ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അടിപൊളി ഒരു മെഷാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വൈഫൈ 6 ടെക്നോളജിയിൽ വരുന്ന ഒരു വൈഫൈ മെഷാണ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെക്കോ X50 PoE എന്ന് പറയുന്ന മെഷാണ്. നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 3 യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഏകദേശം ഈ ഒരു 3 യൂണിറ്റ് കൂടി ഏകദേശം ഒരു 6500 സ്ക്വയർ ഫീറ്റ്. ഗസ് നമുക്കെന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസിലാണ് ഈ ഒരു സ്ക്വയർ ഫീറ്റ് പറയുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 4 to 5 ബെഡ്റൂം ഹോമിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ 2.5Gൻ്റെ പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് വരുന്നത്. രണ്ടും PoE പോർട്ടാണ്. നിങ്ങൾക്ക് PoE ബേസ്ഡ് ആയിട്ടോ പവർ ബേസ്ഡ് ആയിട്ടോ നിങ്ങൾക്ക് ഇതിൽ പവർ കൊടുക്കാൻ പറ്റുന്നതാണ്. 2 ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് ഇതിൽ സീലിംഗ് മൗണ്ട്, വാൾ മൗണ്ട്, മെഷിൽ തന്നെ നമുക്ക് സീലിംഗ് മൗണ്ട്, വാൾ മൗണ്ട് വരുന്ന ഒരു മോഡലാണ് ഡെക്കോ X50 PoE എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഏതൊരാൾക്കും വാൾ മൗണ്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് സീലിങ്ങിലോ ജസ്റ്റ് ഡ്രിൽ ചെയ്തിട്ട് നമുക്ക് സീലിംഗ് വാള് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ വൈഫൈ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരും വൈഫൈ പ്രൊഡക്ട്സ് വൈഫൈ റൗട്ടേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷ് അല്ലെങ്കിൽ ഈ ഒരു ഡെക്കോ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ അപ് ടു 150 ഡിവൈസ് വരെ വൈഫൈ ഡിവൈസ് വരെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വൈഫൈ ഡിവൈസിൽ നമ്മൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും, ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് തന്നെ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഡെക്കോ ആണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാസ്വേഡ് എൻ്റെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുത്ത്, പക്ഷേ ഫ്രണ്ട് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൈഫൈയിൽ പാസ്വേഡ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് അത് ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഡെക്കോ വൈഫൈയിലേക്ക് ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇതിൽ തന്നെ പാരൻ്റൽ കൺട്രോൾ, ഇപ്പം ഇനി വരുന്ന ജനറേഷനിലുള്ള എല്ലാ വീടുകളിലേക്കും നമ്മളെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് പാരൻ്റൽ കൺട്രോൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എക്സാം ടൈമിൽ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ പാടില്ല, ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള വെബ്സൈറ്റിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു രാത്രി 10 മണിക്ക് ശേഷം കുട്ടികൾ വൈഫൈ യൂസ് ചെയ്യാൻ പാടില്ല, നെറ്റ് കണക്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള സംഭവ കോൺഫിഗറേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഡെക്കോയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ പാരൻ്റൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനും കൂടി നമുക്ക് ഈ ഡെക്കോയിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ 1GB നെറ്റ്വർക്ക് കണക്ഷനാണ് നിങ്ങൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഒരു റൗട്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരു 300 Mbps 400 Mbps ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് വൈഫൈയിൽ സ്പീഡ് കിട്ടുന്നത്. പക്ഷേ എങ്കിൽ ഡെക്കോൻ്റെ കേസിൽ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു 1GB കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 850 900 ആ റേഞ്ചിൽ നിങ്ങൾക്ക് വൈഫൈയിൽ സ്പീഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളെ വീട്ടിലെ വൈഫൈ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് നിങ്ങളെ ക്ലയൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മോഡൽ വരുന്നത് ഡെക്കോ X50 PoE 3 പാക്കിലാണ് നമുക്ക് 6500 സ്ക്വയർ ഫീറ്റ് ഓപ്പൺ സ്പേസിൽ വരുന്നത്. ഇപ്പോൾ നോർമൽ വീടെല്ലാം വരുന്നത് എന്ന് വെച്ചാൽ 2000 സ്ക്വയർ ഫീറ്റ് 3000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് ആ രീതിയിലുള്ള വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബെസ്റ്റ് ഒരു ചോയ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ബഡ്ജറ്റ് കുറഞ്ഞ മോഡൽസ് ഉണ്ട്, സീലിംഗ് മൗണ്ട് അല്ല, ടേബിൾ ടോപ്പ് ആയിട്ട് വരുന്ന മോഡൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് മോഡൽ വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മോഡൽസ് നമ്മൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.